രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ പഹൽഗാം ഭീകരാക്രമണം, പിന്നാലെ ഭീകരരെ പിന്തുണച്ച പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ മറുപടി. കേന്ദ്ര സർക്കാരിനൊപ്പം ഈ ഘട്ടത്തിലെല്ലാം രാജ്യം ഒറ്റ മനസ്സോടെ ഉറച്ചുനിന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ചോദ്യമായി തുടങ്ങിയ ഘട്ടത്തിൽ സർക്കാരിന് വിശദീകരണം ഏതുമില്ലായിരുന്നു. ആ ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ നിലനിൽക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് നൽകിയ അതിശക്തമായ തിരിച്ചടിയാണെന്ന് പല മട്ടിൽ പല തലത്തിൽ ആവർത്തിച്ചാണ് ആ വലിയ ചോദ്യത്തിന് മുന്നിൽ കേന്ദ്രം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. അതിനൊപ്പം മോദിയുടെ പ്രതിച്ഛായ ഉയർത്തുന്ന സർവേകൾ വരുന്നു. സമ്പദ് വ്യവസ്ഥയിലെ പുരോഗതി പല സാമ്പത്തിക സൂചികകൾ ഉദ്ധരിച്ച് പലവരും ആവർത്തിക്കപ്പെടുന്നു. രാജ്യസുരക്ഷ സംബന്ധിച്ച അടിസ്ഥാന ചോദ്യത്തിന് പ്രതിച്ഛായ നിർമ്മിതി ഉത്തരമാകുന്നോ എന്ന സംശയം നമുക്ക് മുന്നിൽ വരുന്നു. കേന്ദ്ര സർക്കാർ ഭീകരാക്രമണത്തെയും തിരിച്ചടിയെയും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ ശരി എന്താണ്? നമുക്ക് ഡാറ്റാ ഷീറ്റിലെ വിവരങ്ങൾ കൂടെ പരിശോധിക്കാം. മോദിയിൽ വിശ്വാസമുണ്ട് എന്നതാണ് സർവേയിൽ വന്നത്. ദേശീയ താൽപര്യ സംരക്ഷണത്തിൽ ഇന്ത്യക്കാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ വിശ്വാസം എന്ന സർവേ റിപ്പോർട്ടാണ് വന്നത്. 88% പേർ മോദിയെ വിശ്വസിക്കുന്നുവെന്ന് ന്യൂസ് 18 സർവേയിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സർവേയിൽ പറയുന്നു. സർവേ നടത്തിയത് ഇന്ത്യ പാക് സംഘർഷം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ അറിയുന്നു. 2025 മെയ് 6, 7 തീയതികളിൽ സർവേ നടത്തിയത് പോളിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് എന്നാണ് അവർ പറയുന്നത്. സർവേയുടെ ഭാഗമായ 14,671 പേരിൽ 88.06% പേരും മോദിയെ പിന്തുണച്ചു എന്നാണ് സർവേ നടത്തിയവർ പറയുന്നത്. 11.94% പേർക്ക് മോദിയിൽ വിശ്വാസമില്ലെന്നും സർവേയിൽ പറയുന്നുണ്ട് എന്നാണ് അവരുടെ കണക്ക്. പ്രതിച്ഛായ മെച്ചപ്പെട്ടോ എന്ന ചോദ്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പോയ പ്രതിനിധി സംഘങ്ങൾ തിരിച്ചെത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. നമ്മൾ ദൗത്യം ഫലം കണ്ടെന്നും ഇന്ത്യൻ നിലപാട് വിശദീകരിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിനിധി സംഘങ്ങളിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി വ്യക്തിപരമായി തന്നെയും കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. പ്രതിനിധി സംഘങ്ങൾ ഇന്ത്യയുടെ ശബ്ദം മുന്നോട്ട് വെച്ച രീതി അഭിമാനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇതോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നത്. IMF കണക്കുകൾ പ്രകാരം ജപ്പാനെ മറികടന്ന് ഇന്ത്യ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി എന്ന് നീതി ആയോഗ് CEO പറഞ്ഞതാണ്. $4 ലക്ഷം കോടി സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് BVR സുബ്രഹ്മണ്യം പറഞ്ഞു. ഇന്ത്യക്ക് മുന്നിൽ US-ഉം ചൈനയും ജർമ്മനിയും മാത്രമാണെന്ന് BVR സുബ്രഹ്മണ്യം പറഞ്ഞതിലുണ്ട്. വളർച്ചാ തോത് ഇങ്ങനെ തുടർന്നാൽ 3 വർഷത്തിനകം ജർമ്മനിയെയും മറികടക്കാനാകും എന്ന് അദ്ദേഹം പറഞ്ഞു. IMF ഡാറ്റ പ്രകാരം ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി എന്ന വാദം ശരിയല്ല എന്ന് ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. IMF ചൂണ്ടിക്കാട്ടിയത് ജപ്പാനെ 2025-26 സാമ്പത്തിക വർഷം ഇന്ത്യ മറികടന്നേക്കാമെന്ന അനുമാനത്തെക്കുറിച്ചാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലും പറയുന്നുണ്ട്. ഇന്ത്യയുടെ GDP $4.187 ലക്ഷം കോടി, ജപ്പാൻ്റേത് $4.186 ലക്ഷം കോടി ആകുമെന്നാണ് പ്രവചനം. ഈ പ്രവചനത്തെ വെച്ചാണ് നേരിയ വ്യത്യാസത്തിൽ ഇക്കാര്യങ്ങൾ ഉണ്ടായത്. ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ഇന്ത്യയും IMF-ഉം പിന്തുടരുന്ന രീതികളിലെ വ്യത്യാസമാണ് എന്നാണ് അതോട് എതിർപ്പുള്ള ആളുകൾ, വിമർശനമുള്ള ആളുകൾ പറയുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിനെ IMF FY24 എന്നും ഇന്ത്യ FY25 എന്നും വിശേഷിപ്പിക്കുകയാണ്. ഇതാണ് ഇതിനകത്ത് പ്രധാനമായ ഒരു കാരണം. റിപ്പോർട്ട് അനുസരിച്ച് പ്രതിശീർഷ വരുമാനത്തിൽ ഇന്ത്യ വളരെ പിന്നിലാണ്. 141ാം സ്ഥാനമേ പ്രതിശീർഷ വരുമാനത്തിൽ ഇന്ത്യക്കുള്ളൂ എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. അതിനകത്തൊരു കാര്യമുണ്ട് ഹർഷൻ, അതായത് ഈ വളർന്നു എന്നത് വന്ന വാർത്തകൾ വന്ന മാധ്യമങ്ങൾ തന്നെ പിറ്റേന്ന് അതിനകത്തുള്ള ആശയക്കുഴപ്പവും വിശദീകരിച്ചായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ മുന്നോട്ട് പോകുന്നു, പോസിറ്റീവായിട്ട് വരുന്നു എന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ശശി തരൂരിനൊക്കെ ചൂണ്ടിക്കാണിച്ച് പല ആളുകളും പറയുന്നത് ശശി തരൂർ അദ്ദേഹത്തോടും BJP-യോടും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോടും ഒക്കെ അടുത്തിരിക്കുകയാണ്. അടുത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാവം വർദ്ധിച്ചതാണ് എന്നതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ പറയുന്നത്. നമ്മളിപ്പോൾ ഈ ന്യൂസ് 18 സർവേ ഞാൻ അങ്ങനെ എടുക്കൂ, കാരണം അവർ അത്തരം ഘട്ടങ്ങളിൽ അത്തരം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ഉത്തരം നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സർവേ നടത്തുന്ന ആളുകളാണെന്നൊരു തോന്നൽ, ഒരു ശരിയായ ഒരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഹർഷൻ വിചാരിക്കുന്നുണ്ടോ മോദിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചു എന്ന്? അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. കാരണം ആഗോളതലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞതുപോലെ മോദിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചു എന്നുള്ള സർവേ പുറത്തുവിട്ടിരിക്കുന്നത് സ്വാഭാവികമായും ഈ നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിരന്തരം അത്തരം സർവേകൾ പുറത്തുവിടുന്നവരോ അല്ലെങ്കിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങളോ ഒക്കെ തന്നെയാണ്. എന്നാൽ ഒരു വികസനവും ഉണ്ടാകാത്ത ഒരു കാലമാണോ കടന്നുപോയത്? അങ്ങനെയല്ല. ചില കാര്യങ്ങളിലൊക്കെ മുന്നോട്ടുള്ള പോക്ക് തന്നെ. കാരണം ഇത് കുറഞ്ഞ കാലമല്ലല്ലോ, 3ാമത്തെ ടേമിലേക്ക് കടന്നിരിക്കുകയാണ്. ദീർഘകാലം ആണ് ഈ ഭരണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഉണ്ടാവേണ്ട ചില മാറ്റങ്ങളും വളർച്ചയും ഒക്കെ രാജ്യത്തിനുണ്ടായിട്ടുണ്ട്. അതിന് രാസത്വരകമായി പ്രവർത്തിക്കുന്ന തരത്തിലുള്ള നയങ്ങൾ മുമ്പേ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള നടപടി ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ചില പേരുകളൊക്കെ മാറിയാലും പദ്ധതികളൊക്കെ നടപ്പാകുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം, സത്യത്തിൽ ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം, അല്ലെങ്കിൽ പുൽവാമ ആക്രമണം അല്ല ഇപ്പോഴത്തെ പഹൽഗാം ആക്രമണത്തിന് ശേഷം
രാജ്യം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. അതായത് ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് എന്തുകൊണ്ട് കേന്ദ്രം കൃത്യമായൊരു മറുപടി പറയുന്നില്ല? ഈ ആക്രമിച്ച് 26 പേരെ കൊലപ്പെടുത്തിയതിന് ശേഷം രക്ഷപ്പെട്ട ഭീകരർ എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോഴും ഒരു ഉത്തരവുമില്ല. ഈ ഉത്തരമില്ല എന്നുള്ളത് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊന്ന്, ആഗോളതലത്തിൽ എങ്ങനെയാണ് ഇത്രയും പ്രശ്നമുണ്ടായി, നമ്മൾ ഭീകരവാദത്തിന് ഇരകളായി, പക്ഷേ ആഗോളതലത്തിൽ ആ പിന്തുണ നമുക്ക് ലഭിച്ചോ? ആ നിലയ്ക്കൊരു പിന്തുണ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല രാജ്യങ്ങളും ഇപ്പം നമ്മൾ പിന്തുണയ്ക്കും എന്ന് പ്രതീക്ഷിച്ച രാജ്യങ്ങൾ പോലും രാജ്യത്തെ പിന്തുണയ്ക്കാനുള്ള ഒരു വിമുഖത കാട്ടുന്നതാണ് കണ്ടത്. ഇതിന് തൊട്ടു മുമ്പ് എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇവിടെ അവതരിപ്പിച്ചിരുന്നത്? ഇതിൻ്റെ പ്രചാരണങ്ങളിലെല്ലാം എങ്ങനെയായിരുന്നു? വിശ്വഗുരു എന്നുള്ള മട്ടിലാണ് അവതരിപ്പിച്ചത്. ആ മട്ടിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്ന സാഹചര്യം എന്തായാലും നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, സംശയകരമായ രീതിയിൽ ഇപ്പോൾ G20 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രിയെ വിളിക്കുമോ ഇല്ലയോ ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ആഗോളതലത്തിൽ ആ പ്രതിച്ഛായ ബാധിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ചില സർവേ ഫലങ്ങളൊക്കെ ഈ മട്ടിൽ വരുന്നത്. എന്നാൽ അതേസമയം ഞാൻ എടുത്തു പറയുന്ന ഒന്നൊരു കാര്യം പറയാം. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ രാജ്യത്ത് നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യം മുന്നോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ വാണിജ്യ വിമാന ഫ്ലീറ്റുകൾ, ഹൈവേയുടെ കാര്യത്തിൽ, സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ഒക്കെ വലിയ തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച മട്ടിലുള്ള വലിയ സാമ്പത്തിക വളർച്ചയിലേക്ക് പോയിട്ടില്ല. ആദ്യം പ്രതീക്ഷിച്ച മട്ടിലുള്ള ഇപ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ അവസാന കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വളർച്ചയുടെ ഗതി പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി മുമ്പോട്ട് പോയി. ഡിജിറ്റൽ ഇന്ത്യ എന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കിയ ഒരു സംഗതി തന്നെയാണ്. അത് നോട്ട് നിരോധനത്തിൻ്റെ തുടർച്ചയായ ഒരു ബൈ പ്രോഡക്റ്റായിട്ടാണ് ആ സംഗതി വന്നതെങ്കിലും അത് വേറൊരു തരത്തിൽ നടപ്പിലായി എന്നുള്ളതാണ്. നിർമ്മാണ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നഗരഗ്രാമീണ വികസനം, ഇപ്പം നമ്മൾ കേരളത്തിൽ ഇരുന്ന് പറയുമ്പോൾ നമുക്ക് പരിഹാസമാണ് ശുചിമുറി എന്ന് കേൾക്കുമ്പോൾ. സത്യത്തിൽ മലയാളത്തിൽ എന്തിനാണ് ആ പരസ്യം കൊടുത്തുകൊണ്ടിരുന്നതെന്ന് പോലും നമുക്കറിയില്ല. കേരളത്തെ ഈ മൊത്തം ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പലതും പരിഹാസ്യമായി തോന്നും. പക്ഷേ ഈ ശുചിമുറികളുടെ നിർമ്മാണമൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് ഉത്തരം പറഞ്ഞേ മതിയാകുള്ളൂ. അതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സർക്കാർ ചെയ്യുന്നത് എന്താണ്? ഫെഡറൽ സംവിധാനത്തെ അങ്ങേയറ്റം പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു. ആ കാര്യത്തിൽ അത് പ്രധാനമന്ത്രി ഒരു വാക്ക് പറയുന്നില്ല. മാധ്യമ സ്വാതന്ത്ര്യം തകർന്ന് താഴേക്ക് പോകുന്നു. കഴിഞ്ഞ വർഷം 2 പോയിന്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും 2014 അപേക്ഷിച്ച് വളരെ താഴെ പോയി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ സൂചികകൾ നമ്മൾ താഴെ പോയി. പ്രധാനമന്ത്രി ഒരു തവണ പോലും ഒരു പ്രസ് മീറ്റിന് ഇരുന്നിട്ടില്ല ഇത്രയും കാലത്തിനിടയ്ക്ക് എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംഭവമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് സർവേകൾ ഇങ്ങനെ വന്നും പോയും ഇരിക്കും. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. ഇതിനകത്ത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട്, പോസിറ്റീവായിട്ട് എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് ഇന്ത്യയിൽ അതിദരിദ്രരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് വന്നു. അതായത് നമ്മുടെ ഡാറ്റാ ഷീറ്റിൽ അത് വന്നിട്ടില്ല. എന്നാലും 2011-12 34 കോടി ആളുകൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന അതിദരിദ്രരായിട്ട്. അത് ജനസംഖ്യയുടെ 27.1%. 2022-23 ഇത് 7.5 കോടിയായിട്ട് കുറഞ്ഞു. 34 കോടി ആളുകൾ അതിദരിദ്രരായിരുന്നിടത്ത് നിന്ന് ഇപ്പോൾ അത് 7.5 കോടിയായിട്ട് കുറഞ്ഞു എന്നാണ് ലോകബാങ്കിന്റെ റിപ്പോർട്ടാണ്. അത് ഈ പറഞ്ഞ ന്യൂസ് 18 സർവേ പോലെയല്ല, ലോകബാങ്കിന്റെ. കേരളത്തിന്റെ കണക്കൂടെ ഓർത്തു പോകും. അല്ല, അത് വേണം. പക്ഷെ അത് വേണം, ഞാൻ അതിലേക്ക് വരാം. അതായത് പക്ഷേ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഞാനിതിനെ ഇപ്പോൾ വലിയ തോതിലാണ് നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ കുറവ് വന്നു. 343 മില്യൺ ആളുകളായിരുന്നു നേരത്തെ അതിദരിദ്രർ. ഇത് 75.24 മില്യണായിട്ട് കുറഞ്ഞു. വലിയ വ്യത്യാസമാണ്. 269 മില്യൺ ആളുകൾ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് 11 വർഷക്കാലത്തിനിടയിൽ പുറത്തേക്ക് വന്നു എന്നതാണ് അതിനർത്ഥം. ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത്, ഭരണത്തിൻ്റെ കാലത്ത് 11 വർഷക്കാലത്തിനിടയിൽ 269 മില്യൺ ആളുകൾ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് പുറത്തു വന്നു എന്ന കാര്യം നമ്മൾ കാണണം. അതവിടെയുണ്ട്. അതിൻ്റെ ഒരു കാര്യം അതിനെ ഞാൻ കാണുന്നത് ഈ പറയുന്ന മോദി സർക്കാരിൻ്റെ എന്തെങ്കിലും വമ്പൻ പ്രഭാവം എന്ന നിലക്ക് മാത്രമല്ല, മോദി സർക്കാരിൻ്റെ 11 വർഷക്കാലത്തിന് മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ വീഴ്ച എത്രമാത്രം വലുതായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതായത് ഇതേ കാര്യം അവസാന കാലത്തെ അലസരായിട്ടുള്ള UPA സർക്കാരുകളുണ്ടല്ലോ, അലസരായിട്ടുള്ളത്, കോൺഗ്രസ് ഒരുപാട് കാലമായിട്ട് ഭരിക്കുന്നതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന അലസത കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ നേട്ടമില്ലായ്മ ആ തരം സംസ്ഥാനങ്ങളിൽ വല്ലാത്ത പ്രതിഫലിക്കുകയും അതിലവർ ഈ ആളുകളുടെ വോട്ട് വീണ്ടും വീണ്ടും വേണം എന്തുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പറയുന്ന വെൽഫെയർ പരിപാടികൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ പിശകുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്നാൽ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ അങ്ങനെ വർദ്ധിച്ചിരിക്കുകയാണോ? ഇതടക്കം ഈ പറയുന്ന കാര്യമല്ല അവർ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് എന്നതിൽ തന്നെയുണ്ട് ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെയും മറ്റുമൊക്കെ ഒരു ഒരു ശരിയല്ലാത്ത നിലപാട്. ഒരു 1-2 കാര്യം കൂടെ ഞാൻ പറയാം. 10 ലക്ഷം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തു. എന്താണ് ഇപ്പോൾ കണക്ക്? അല്ല, അത് നമ്മുടെ അപ്പോൾ അത് ഈ പറഞ്ഞ ഒരുപാട് പറഞ്ഞ അതാണ് പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം
പാവപ്പെട്ട ജീവിത നിലവാരം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ അല്ല, അത് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിലേക്ക് പോകണ്ട. നമ്മുടെ രണ്ടുപേർക്കും അറിയാവുന്ന കാര്യം പുതിയ വിവരമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് നമ്മൾ പലതവണയായിട്ട് ചർച്ച ചെയ്തത്. ഞാൻ പറഞ്ഞത് എൻ്റെ ഈ പോയിന്റ് ഞാൻ തീർക്കട്ടെ. അതായത് ഈ കാര്യം, അതായത് അതിദരിദ്രരെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം പ്രചാരണ വിഷയമാകാതെ ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ നടത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടുതൽ വലിയ പ്രചണ്ഡമായ പ്രചാരണ വിഷയമായിട്ട് ഉയർത്തുന്നത് തന്നെ ഈ അപകടാവസ്ഥ, അതായത് കോൺഗ്രസ് സർക്കാരുകൾ എന്താണോ പാവപ്പെട്ട രാജ്യത്തെ ജനങ്ങളോട് ചെയ്തത് എന്നതിലേക്ക് ഇവരും പോവുകയാണെന്ന സൂചന നൽകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സർവകക്ഷി യോഗത്തിനകത്ത് പോലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ഇത്രയും പ്രധാനവും പ്രമാദവുമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ രാജ്യചരിത്രത്തിൽ ഉണ്ടായിട്ട് മറ്റെല്ലാ പ്രധാനമന്ത്രിമാരും ചെയ്യാറുണ്ടായിരുന്നത്, ലോകത്തിലെ മറ്റേത് രാജ്യങ്ങളിലെയും തലപ്പത്തുള്ള ആളുകൾ രാഷ്ട്രത്തലവന്മാർ ചെയ്യുമായിരുന്നത് ചെയ്യാതെ സംസാരിക്കാതിരിക്കുക എന്നതുകൊണ്ട് ഗ്രേറ്റ്നെസ് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് എന്ന് വിമർശിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. സംസാരിക്കാതിരുന്നാൽ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരുന്നാൽ നിങ്ങൾക്കൊരു അബദ്ധവും പറ്റില്ല. നിങ്ങൾ വെറുതെ മസിൽ പിടിച്ച് ഇങ്ങനെ നടന്നാൽ മതി. അപ്പോൾ ആ തരക്കുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു എന്നൊരു കാര്യം അവിടെയുണ്ട്. ഈ പിന്നെ അത് എന്ന് മാത്രമല്ല, അതിനകത്ത് ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ ഈ സർവകക്ഷി സംഘത്തിൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലേക്കും പോയ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ഇദ്ദേഹത്തിന് മുന്നിൽ വന്ന് ചിരിക്കുകയും എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ വന്നു തുടങ്ങി. പക്ഷേ എന്തിനാണ് അവർ പോയത്? ജോൺ ബിട്ടാസ് ഇന്നലെ തന്നെ വന്ന് ദേശാഭിമാനി ലേഖനം എഴുതി പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ വീഴ്ചയെ ഒന്നുകൂടെ പ്രബലമാക്കിയിട്ട് മുന്നോട്ട് അവതരിപ്പിക്കാനുള്ള ഒരു കരുത്ത് കൂടുകയാണ് അവർക്ക് അവിടെ പോയതുകൊണ്ടുണ്ടായത്. നാളെ കനിമൊഴി തമിഴ്നാട്ടിലത് ചെയ്യും, തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകളത് ചെയ്യും. അതായത് ഇവർ വിചാരിക്കുന്നത് ഞങ്ങളിതിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞു, ന്യൂസ് 18 ഉണ്ടാക്കിയിരിക്കുന്ന ഇമേജ് വർധനയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് എന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല. കാര്യങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എതിർപ്പിൻ്റെ വിത്തുകൾ രാജ്യത്തിൻ്റെ മണ്ണിൽ വല്ലാത്ത തോതിലുണ്ട്. മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം നരേന്ദ്രമോദിക്കെതിരെയുണ്ട്. അത് അതിശക്തമായിട്ട് വളർന്നു വരാനും അതിന് വെള്ളമൊഴിച്ചു കൊടുക്കാനുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ടാണ്, കരുത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റ് പാർട്ടികളുടെ കക്ഷികൾ ഈ സർവകക്ഷി സംഘത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോയത്. കരുത്ത് കൂട്ടി വന്നിരിക്കുന്ന ആ എതിർ പ്രതിപക്ഷ പാർട്ടികൾ ശക്തരാവുകയും അവരുടെ ഇമേജ് വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ് വരാനിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രചാരണവും പ്രതിച്ഛായ നിർമ്മിതിയുമാണ് പുതിയ കാല രാജ്യനീതിയുടെ മുഖ്യ തന്ത്രം. അവിടെ യുദ്ധം ചെയ്യിക്കേണ്ടത് ഏറ്റുമുട്ടുകളിലൂടെയല്ല, അതിനുശേഷമുള്ള പ്രചാരണങ്ങളിലൂടെ കൂടിയാണ്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന് വിജയകരമായ സമവാക്യമാണത്. ഭീകരർ ദുർഘടമായ മലമടക്കുകൾ കയറി ചെന്ന് പഹൽഗാമിലെ സഞ്ചാരികളുടെ പ്രാണനിലേക്ക് നിറയൊഴിക്കും വരെ സുരക്ഷാ സൈനികർ എവിടെയായിരുന്നു? അതിഗുരുതര സുരക്ഷാ വീഴ്ച സംഭവിച്ചില്ലേ എന്ന ചോദ്യത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ ആഘാതശേഷിയാണ് പ്രചാരണ തന്ത്രജ്ഞതയുടെ ഉത്തരം. അടുത്തത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയാണ്. ഇന്ത്യ ലോക സമ്പദ്വ്യവസ്ഥയിൽ 4ാം സ്ഥാനത്തെത്തുന്നതിൽ ഓരോ പൗരനും അഭിമാനവും സന്തോഷവുമാണ്. പക്ഷേ സമ്പന്നർ അതിസമ്പന്നരായും ദരിദ്രർ അതിദരിദ്രരായും മാറിക്കൊണ്ടുള്ള സാമ്പത്തിക വളർച്ചയാണ് അതെങ്കിൽ അവതരിപ്പിക്കുന്ന പെരുക്ക കണക്കിലെ അക്കങ്ങൾ അർത്ഥശൂന്യമാണ്. ഇന്നാട്ടിലെ സാധാരണ പൗരൻ്റെ വാതിൽപ്പടിയിലും അടുക്കളയിലും ജീവിതാന്തസ്സിലും GDP പ്രതിഫലിക്കുമ്പോൾ രാജ്യം നിറവോടെ ചിരിക്കും. നമ്മളിപ്പോൾ അതിദരിദ്രരുടെ കാര്യത്തിൽ പറഞ്ഞത് അതാണ്. പ്രതിശീർഷ വരുമാനം ഉയർത്തിയുള്ള സാമ്പത്തിക വളർച്ച ആർജിക്കാനാകുമ്പോൾ മാത്രം അതിസാധാരണക്കാർ അത് ഇന്ത്യയുടെ വളർച്ചയായി എണ്ണും.